Hello everyone. Yes, welcome back to Mandas Entertainment World. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന മൂവിയെ പറ്റിയിട്ടാണ്. ഞാനത് കണ്ടു. ജോണർ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. മലയാളത്തിൽ അന്നും ഇന്നും എന്നും ആ ജോണറിൽ പല സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്, ഇനി ഇറങ്ങാനും ഉണ്ടാവും. ബട്ട് ഇതിൻ്റെ പ്രത്യേകത, ഇപ്പോൾ മുമ്പിലും കുറേ അടിപൊളി പ്രോപ്പർ നല്ലൊരു സബ്ജക്റ്റും നല്ലൊരു മേക്കിംഗ് ആയിട്ട് കുറേ വന്നിട്ടുണ്ട് ഇതേ സെയിം ജോണറിൽ. ബട്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈച്ച് ആൻഡ് എവ്രി ക്യാരക്ടർ, അവരുടെ എല്ലാ, ഈവൻ കുഞ്ചാക്കോ ബോബൻ, പ്രിയാമണി, വൈശാഖ് നായർ, എല്ലാ വില്ലന്മാരുടെ ഗ്രൂപ്പും, ഈവൻ ഓരോരോ ചെറിയ ക്യാരക്ടേഴ്സും ഇൻവോൾവ് ആയ ജഗദീഷ്, they all have done their part so beautifully. എല്ലാവരുടെയും അഭിനയം, എല്ലാവരും തകർത്തഭിനയിച്ചിട്ടുണ്ട്. അവരുടെ അഭിനയം എല്ലാം ടോപ്പ് നോച്ച് ആയിരുന്നു. ഇതിനെ വേറെ ക്രൈം ത്രില്ലറിനെക്കാട്ടിലും ഡിഫറെൻ്റായി ഇതിനെ പ്ലേസ് ചെയ്യുന്ന കാരണം എന്തായിരിക്കും വെച്ചാൽ, ഓരോരോ ക്യാരക്ടറിനും ഒരു കമേഴ്ഷ്യൽ എലിമെൻ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഹൈക്ക് കൊടുക്കുന്ന ഒരു മൂമെൻറ്റ് എല്ലാ ക്യാരക്ടറിനും ഉണ്ട്. ലൈക്ക് you can celebrate, you have a moment to celebrate each and every character in this movie. ഇപ്പോൾ ഒരു വില്ലന്മാരെ സെലിബ്രേറ്റ് എന്നല്ല, വില്ലന്മാരെയും നിങ്ങൾക്കൊരു ഗ്ലോറിഫൈ എന്നല്ല, വില്ലന്മാരെയും നിങ്ങൾക്ക് ഒരു തകർപ്പൻ എൻട്രി, ഒരു തകർപ്പൻ ഷോട്ട്, ഇങ്ങനെ ആയിരിക്കണം ഒരു വില്ലന്മാരെ കാണിക്കണം, അല്ലെങ്കിൽ ഹീറോനെ ഇങ്ങനെ ആയിരിക്കണം പ്രസൻറ്റ് ചെയ്യണം. അങ്ങനെ ഈച്ച് ആൻഡ് എവറി, ഒരു വെറും ഹീറോ വില്ലൻ മാത്രമല്ല, ഈച്ച് ആൻഡ് എവറി ക്യാരക്ടറിന് അങ്ങനെ ഒരു സീൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഈ മൂവിൻ്റെ മെയിൻ പ്ലസ് പോയിന്റ്. ഇൻ ദ സെൻസ് വെറും ഫുൾ ടെൻസായിരുന്ന് കാണുന്നത്, യു ഹാവ് ടൈം ടു സെലിബ്രേറ്റ്, യു ഹാവ് മൊമെൻറ്റ്സ് ടു സെലിബ്രേറ്റ് ഇൻ ദിസ് മൂവി. ഇതിൻ്റെ മ്യൂസിക്കും ഇതിൻ്റെ ഇമോഷണൽ ബി ജി എം ആണെങ്കിലും ഇതിൻ്റെ ആ പവർഫുൾ സസ്പെൻസ്ഫുൾ മ്യൂസിക് ബി ജി എം ആണെങ്കിലും എല്ലാം ടു ദ പോയിന്റ്, എല്ലാം അത്രയും ക്ലാരിറ്റിയോടെയും അത്രയും പെർഫെക്ഷനോടെയും എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡയറക്ഷൻ, ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ആയിക്കോട്ടെ, ഫസ്റ്റ് ഹാഫ് സോ ക്രിസ്പ്, ഒരു തീപ്പൊരി മാതിരിയാണ്. സ്റ്റാർട്ടാവും കഴിയും ഭയങ്കര എൻഗേജിങ് ആയിരിക്കും. സെക്കൻഡ് ഹാഫ് എൻഗേജിങ് അല്ല എന്നല്ല, ബട്ട് നമ്മൾക്ക് വില്ലന്മാരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അവരുടെ ഒരു ക്യാരക്ടറൈസേഷൻ ഇൻവോൾവ് ആകുമ്പോൾ ഒരു കോമൺ എലിമെൻറ്റ് നമ്മൾക്ക് അറിയാം. ലൈക്ക് ദേ ഹാവ് ഓൾറെഡി എക്സ്പ്ലെയിൻ ഇൻ ദെയർ കൺവേഴ്സേഷൻ ഉണ്ടാവും, വില്ലന്മാർ ഇങ്ങനെയാണ്, അങ്ങനെയാണ്, അവരുടെ പ്രവർത്തികൾ ഇങ്ങനെയാണ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു അവരുടെ പ്രോപ്പർലി ഒരു എലാബറേറ്റ് ആയിട്ട് അവർ വില്ലന്മാർക്കായിട്ട്, നെഗറ്റീവ് ക്യാരക്ടേഴ്സിനായിട്ട് കുറച്ച് സമയം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ സമയം എയ്തർ നമ്മൾക്കൊരു അതിലൊരു പാട്ടും ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. സോ ആ പാട്ടും ഒരു ഗുഡ്, നന്നായി കേട്ടിരിക്കാൻ പറ്റിയ പാട്ട് തന്നെയാണ്. ചില ആൾക്കാർക്ക് അത് തോന്നാം നമ്മൾക്ക് ഓൾറെഡി അറിയാമല്ലോ, വെറുതെ എന്തിനാ അത്ര എലാബറേറ്റ്. ബട്ട് അതുപോലും നമ്മൾക്കത്ര ലാഗല്ല. എല്ലാ മൂമെൻറ്റും നിങ്ങൾ എൻജോയ് ചെയ്തിട്ട് നിങ്ങൾ എപ്പോഴും യു ആർ തിങ്കിങ് ഓഫ് ദി നെക്സ്റ്റ്. അതാണ് ഈ മൂവിൻ്റെ പ്ലസ് പോയിന്റ്. ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ വെരി ഗുഡ് തിയേറ്റർ വാച്ച്. ഇതിൻ്റെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. ആസ് ഐ ടോൾഡ്, എല്ലാ ക്യാരക്ടേഴ്സിനെയും എക്സ്പീരിയൻസ് ചെയ്യാൻ മൂമെൻറ്റ്സ് ഉണ്ട്. സോ ഇത് ഡെഫിനറ്റ്ലി ഒരു തിയേറ്റർ വാച്ചാണ്. എല്ലാവരും പോയി കാണണം. താങ്ക് യു.